ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാവർക്കും ആത്മനമസ്കാരം. ഭാഗവത മാഹാത്മ്യം കഥ തുടരുകയാണ്. തേജസ്വിയായ ബ്രാഹ്മണനായിരുന്ന ആത്മദേവൻ സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്നത് കണ്ട് ഭഗവാൻ ശ്രീഹരി ഒരു സന്യാസി വേഷത്തിൽ വന്ന് അദ്ദേഹത്തിന് സന്മാർഗം ഉപദേശിച്ചു കൊടുത്തു. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ആത്മദേവനെ വിധിയെ തടുക്കാനാകില്ലെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ സത്സന്താനലബ്ധിക്കായി ഒരു മാമ്പഴം നൽകി. ആത്മദേവൻ ആ മാമ്പഴം സ്വപത്നിയായ ദുന്ദുലിക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. പക്ഷേ സന്താനങ്ങളെ ഗർഭം ധരിക്കുക, വളർത്തി വലുതാക്കുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന ദുന്ദുലി ആ മാമ്പഴം വീട്ടുമുറ്റത്ത് കെട്ടിയിട്ടിരുന്ന ഒരു പശുവിന് നൽകി. സ്വന്തം സഹോദരി പ്രസവിച്ച പുത്രനെ സ്വന്തം പുത്രനാണെന്ന് പറഞ്ഞ ആത്മദേവനെ തെറ്റിദ്ധരിപ്പിച്ചു. അത് വിശ്വസിച്ച ആത്മദേവൻ ആ കുഞ്ഞിന് ദുന്ദുകാരി എന്ന നാമം നൽകുകയും ചെയ്തു. ഈ സമയത്ത് ദുന്ദുലി കൊടുത്ത പഴം കഴിച്ച പശുവും തേജസ്വിയായ ഒരു മനുഷ്യക്കുഞ്ഞിന് ജന്മം നൽകി. പ്രസവത്തോടെ തന്നെ ആ പശു മരിച്ചു പോവുകയും ചെയ്തു. അമ്മ മരിച്ചുപോയ ആ കുഞ്ഞിനെയും ആത്മദേവൻ പിതൃസ്ഥാനത്ത് നിന്ന് ജാതകർമ്മങ്ങൾ ചെയ്തു. ചെവികൾ രണ്ടും പശുവിൻ്റേതുപോലെയായിരുന്നതിനാൽ ആത്മദേവൻ ആ പുത്രന് ഗോകർണൻ എന്ന് പേരിട്ടു. മക്കളില്ലാതിരുന്ന ആത്മദേവന് ഭഗവാൻ പ്രസാദിച്ച 2 പുത്രന്മാരെ ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു എന്നറിഞ്ഞ് നാട്ടുകാർ മുഴുവൻ ആ കുഞ്ഞുങ്ങളെ കാണാൻ ആത്മദേവന്റെ വീട്ടിലേക്കെത്തി. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു. ഈ 2 പുത്രന്മാരും വളർന്നു വലുതായി. ഇതിൽ ദുന്ദുകാരി ദുർമാർഗിയും അധർമ്മിയും ദുഷ്ടനുമായി വളർന്നു വന്നു. മദ്യപാനം, ചൂതുകളി, മോഷണം ഇവയൊക്കെയായിരുന്നു അവൻ്റെ തൊഴിൽ. ആത്മദേവൻ മകനെ നല്ല വഴിക്ക് നയിക്കാൻ പല രീതിയിലും ശ്രമിച്ചെങ്കിലും അവയെല്ലാം പാഴായിപ്പോയി. എന്നാൽ ഗോകർണൻ സൽസ്വഭാവിയും സത്യസന്ധനുമായിരുന്നു. വളരെ തേജസ്സുള്ളൊരു മുഖമായിരുന്നു ഗോകർണൻ്റേത്. ചെറുപ്പത്തിൽ തന്നെ അവൻ ബ്രഹ്മജ്ഞാനം കരസ്ഥമാക്കുകയും ചെയ്തു. വളർന്നു വരുംതോറും ദുന്ദുകാരിയുടെ അതിക്രമങ്ങൾ കൂടി വന്നു. അവൻ സ്വന്തം അച്ഛനെയും അമ്മയെയും വരെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ തുടങ്ങി. പുത്രന്റെ ഇത്തരം പ്രവൃത്തികളിൽ ആത്മദേവൻ അതീവ ദുഃഖിതനായി തീർന്നു. ഒരു പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിൽ നിന്നും നിനക്ക് കൊടും ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും എന്ന് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ എത്ര സത്യമായിരിക്കുന്നു. വിഷമിച്ചിരിക്കുന്ന ആത്മദേവനെ ഗോകർണൻ സമാധാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, പിതാവേ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? ലൗകിക ബന്ധങ്ങളും ഞാൻ, എൻ്റെ പുത്രൻ എന്ന ചിന്തകളുമാണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണം. ഇഹലോക ജീവിതം ദുഃഖപൂരിതമെന്ന് അങ്ങേക്കറിയാമല്ലോ. ഇവിടെ ആരാണ് പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നത്? എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുഃഖിതരാണ്. കൊട്ടാരത്തിൽ കഴിയുന്ന മഹാരാജാവിന് പോലും അതിൽ നിന്ന് മുക്തിയില്ല. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതെ ഭൗതികമായ ഒന്നിനോടും ആസക്തിയില്ലാതെ കഴിയുന്ന സന്യാസിമാർ, അവരാണ് പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്നത്. അതിനാൽ അങ്ങ് ജീവിതത്തിലെ 3ാം ഘട്ടമായ വാനപ്രസ്ഥം സ്വീകരിക്കൂ. അതിനുള്ള സമയമായിരിക്കുന്നു. വനത്തിൽ പോയി ഭഗവാനിൽ മനസ്സർപ്പിച്ച് തപസ്സു ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടും. പുത്രൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ആത്മദേവന്റെ മനസ്സ് നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മകനെ, നിന്റെ ഈ അമൃതതുല്യമായ വാക്കുകൾ എൻ്റെ ഉള്ളിലെ ആത്മജ്ഞാനത്തെ തൊട്ടുണർത്തിയിരിക്കുന്നു. എനിക്ക് ഈ ജീവിതത്തിൽ മറ്റൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും നിന്നെപ്പോലെ ഒരു പുത്രനെ കിട്ടിയതാണ് എൻ്റെ മഹാഭാഗ്യം. പിതാവിനെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നവനാണ് പുത്രൻ. ആയതിനാൽ ഗോകർണനാണ് പുത്രൻ എന്ന പേരിന് ഏറ്റവും അർഹനായവൻ. ഇത്രയും പറഞ്ഞ് ആത്മദേവൻ
തപസ്സിനായി വനത്തിലേക്ക് പോയി. അവിടെ വെച്ച് പരമപദം പോകുകയും ചെയ്തു. എന്നാൽ ഗോകർണനാകട്ടെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് സ്വന്തം ഗ്രഹം ഉപേക്ഷിച്ച് തീർത്ഥാടനത്ത് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. പിതാവും സഹോദരനും പോയതോടെ ദുന്ദുകാരിയുടെ ദുഷ്കർമ്മങ്ങൾക്ക് കണക്കില്ലാതായി. അവൻ അമ്മയായ ദുന്ദുലിയെ കഠിനമായി ദ്രോഹിക്കാൻ തുടങ്ങി. ദുഃഖം സഹിക്കാൻ കഴിയാതെ അവൾ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതോടെ ദുന്ദുകാരി എന്തു ക്രൂരകർമ്മവും ചെയ്യാൻ മടിയില്ലാത്തവനായി മാറി. വേശ്യാസ്ത്രീകളോടൊപ്പമായിരുന്നു അവൻ്റെ സഹവാസം. അവരെ പ്രീതിപ്പെടുത്താൻ അവൻ ആഭരണങ്ങളും പണവും എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവരുമായിരുന്നു. അവൻ്റെ ഈ പ്രവർത്തികൾ ഒരിക്കൽ രാജഭടന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ദുന്ദുകാരിയെ പിടികൂടാൻ രാജഭടന്മാർ വരുമെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീകൾ ദുന്ദുകാരിയെ വകവരുത്തി ആ പണവും കൊണ്ട് കടന്നുകളയാൻ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന ദുന്ദുകാരിയെ കഴുത്തിൽ കയറിട്ട് മുറുക്കി അവർ കൊല്ലാൻ ശ്രമിച്ചു. പെട്ടെന്ന് മരിക്കാനായി മുഖത്ത് തീ കോരിയിട്ടു. അങ്ങനെ ദുന്ദുകാരി കൊല്ലപ്പെട്ടു. അപമൃത്യു സംഭവിച്ചതിനാൽ ആ ആത്മാവിന് ശാന്തിയുണ്ടായില്ല. ദുന്ദുകാരി ഒരു ഭയങ്കരനായ പ്രേതാത്മാവായി തീർന്നു. അടങ്ങാത്ത വിശപ്പും ദാഹവും കാരണം അലറി വിളിച്ചും ഭയങ്കര രൂപം കാട്ടിയും അവൻ നാട്ടുകാരെ ഭയപ്പെടുത്തി. ഈ സമയം തീർത്ഥാടനത്തിലായിരുന്ന ഗോകർണൻ തൻ്റെ ജ്യേഷ്ഠനും അമ്മയും അച്ഛനും മരിച്ച വിവരമറിഞ്ഞു. അവർക്ക് വേണ്ടി ശ്രാദ്ധകർമ്മം ചെയ്യാൻ ഗോകർണൻ ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ഗയയിൽ എത്തിച്ചേർന്നു. ആത്മദേവനും ദുന്ദുലിക്കും ദുന്ദുകാരിക്കും വേണ്ടി ശ്രാദ്ധകർമ്മം നടത്തി ഗോകർണൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് സ്വഗ്രഹത്തിലെത്തിയ ഗോകർണൻ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ട് അദ്ദേഹം കണ്ണു തുറന്നു. മുന്നിലതാ ഒരു ഭീകരരൂപം. അതെന്താണെന്ന് അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ല. പിന്നെ ബ്രഹ്മജ്ഞാനിയായ ഗോകർണന് അതൊരു ഗതി കിട്ടാതലയുന്ന പ്രേതാത്മാവ് ആണെന്ന് മനസ്സിലായി. ഗോകർണൻ ആ ആത്മാവിനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? ഒരു സാധാരണ മനുഷ്യനായ ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ആ പ്രേതാത്മാവിന് ഒന്നും തന്നെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയ ഗോകർണൻ അല്പം ജലമെടുത്ത് മന്ത്രം ജപിച്ച് തെളിച്ചു. അപ്പോൾ കുറച്ച് ശക്തി കിട്ടിയ പ്രേതാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ബ്രാഹ്മണനായി ജനിച്ച് നീചകർമ്മങ്ങൾ ചെയ്ത് മഹാപാപിയായ പ്രേതാത്മാവായി മാറിയ നിന്റെ സഹോദരൻ ദുന്ദുകാരിയാണ്. എൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ്. വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ തളർന്നിരിക്കുന്നു. നീ എൻ്റെ സഹോദരനല്ലേ? കരുണയുണ്ടായി എന്നെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചാലും. ഇത് കേട്ടപ്പോൾ ഗോകർണന് ആശ്ചര്യം തോന്നി. അങ്ങേക്ക് വേണ്ടി ഞാൻ ഗയാശ്രാദ്ധം അനുഷ്ഠിച്ചതാണല്ലോ, എന്നിട്ടും അങ്ങേക്ക് സദ്ഗതി ലഭിച്ചില്ലെന്നോ? അത്ഭുതം തന്നെയാണിത്. ഗയാശ്രാദ്ധത്താൽ സദ്ഗതി ലഭിക്കാത്തൊരാത്മാവിന് പിന്നെ എന്താണ് ഒരു രക്ഷ? ഞാൻ ഇനി എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? ദുന്ദുകാരിയുടെ പ്രേതാത്മാവ് പറഞ്ഞു, 1000 ഗയാശ്രാദ്ധം ചെയ്താലും എനിക്ക് മോക്ഷം കിട്ടില്ല. കാരണം ഞാൻ അത്രയ്ക്കും മഹാപാപിയാണ്. മറ്റെന്തെങ്കിലും മാർഗം അങ്ങ് ആലോചിക്കൂ. ഗോകർണൻ പ്രേതാത്മാവിനെ സമാധാനിപ്പിച്ചു. അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ ആലോചിക്കട്ടെ. ഒരു വഴി തീർച്ചയായും നമുക്ക് തെളിഞ്ഞു വരും. പിറ്റേ ദിവസം രാവിലെ ഗോകർണൻ പ്രഭാതവന്ദനം ചെയ്യുമ്പോൾ ഗായത്രി മന്ത്രം ജപിച്ച് മനസ്സ് ഏകാഗ്രമാക്കി സൂര്യഭഗവാനിൽ സമർപ്പിച്ചു. ഗോകർണൻ്റെ ആ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ആദിത്യ ഭഗവാൻ പറഞ്ഞു, പ്രിയ ഭക്ത, മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ മനസ്സലിയുന്ന നിന്റെ മഹത്വം ഞാൻ അറിയുന്നു. നിന്റെ സഹോദരന് മോക്ഷം ലഭിക്കുവാനുള്ള ഉത്തമമായ വഴിയെ ഞാൻ ഉപദേശിക്കാം. നീ കേട്ടുകൊള്ളുക.
ഭഗവത് മാഹാത്മ്യം വർണ്ണിക്കുന്ന ശ്രീമദ് ഭാഗവത കഥാസപ്താഹം ശ്രവിച്ചാൽ മോക്ഷം ലഭിക്കാത്ത ആത്മാക്കളില്ല. എത്ര മഹാപാപിയാണെങ്കിലും അയാളുടെ സകല പാപങ്ങളും ഭാഗവത കഥാശ്രവണത്തിലൂടെ ഭസ്മമായി പോകുന്നു. അതിനാൽ ഗോകർണ, നീ അത്യുത്തമമായ ശ്രീമദ് ഭാഗവത കഥയെ 7 ദിവസം കൊണ്ട് സപ്താഹരൂപേണ നടത്തുക. അതിൽ പങ്കുകൊണ്ട് ദുന്ദുകാരിക്ക് മോക്ഷം ലഭിക്കട്ടെ. അങ്ങനെ ആദിത്യ ഭഗവാന്റെ ആശീർവാദത്തോടെ ഗോകർണൻ സപ്താഹത്തിനുള്ള ഒരുക്കം കൂട്ടി. ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്നു. ഒപ്പം ദുന്ദുകാരിയുടെ ആത്മാവും അവിടെ എത്തി. ആ ആത്മാവ് സപ്താഹപ്പന്തലിൻ്റെ ഒരു മൂലയിൽ വെച്ചിരുന്ന 7 കമ്പുകളുള്ള ഒരു മുളയുടെ ഏറ്റവും താഴെയുള്ള ദ്വാരത്തിൽ കയറിയിരുന്നു. അങ്ങനെ സപ്താഹം ആരംഭിച്ചു. 1-ാം ദിവസം കഴിഞ്ഞപ്പോൾ ദുന്ദുകാരിയുടെ ആത്മാവിരിക്കുന്ന ആ മുളയുടെ ഏറ്റവും ആദ്യത്തെ കമ്പ് ഭയങ്കരമായൊരു ശബ്ദത്തോടുകൂടി പൊട്ടി. പിറ്റേന്ന് 2-ാമത്തെ കമ്പും പൊട്ടി. അങ്ങനെ 7-ാം ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഭാഗവതം ശ്രവിച്ചതോടെ 7 കമ്പും പൊട്ടി ആ പ്രാണശക്തി മുകളിലോട്ടുയർന്ന് ദുന്ദുകാരിയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. ഭഗവാന്റെ സ്വരൂപം സ്വീകരിച്ച ദുന്ദുകാരി ഗോകർണനെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടുന്നാണ് എന്നെ ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ചത്. എൻ്റെ മുൻജന്മ സുകൃതം കൊണ്ട് മാത്രമാണ് അങ്ങയുടെ സഹോദരനായി ഞാൻ ജനിച്ചത്. ഭാഗവത ശ്രവണം അഗ്നി വിറകിനെ ദഹിപ്പിക്കുന്നത് പോലെ എൻ്റെ സകല പാപങ്ങളെയും ദഹിപ്പിച്ചു കളയുകയും സുഹൃതം നേടിത്തരുകയും ചെയ്തിരിക്കുന്നു. ഇത്രയും പറഞ്ഞു നിർത്തവേ ആ സമയം ആകാശത്തു നിന്നും ഒരു സ്വർണരഥം ഇറങ്ങി വന്നു. വിഷ്ണു ലോകവാസികളായ ഭഗവാന്റെ പാർഷദന്മാരായിരുന്നു അതിൽ. അവർ ഇറങ്ങി വന്ന് ദുന്ദുകാരിയെ ആനയിച്ച രഥത്തിലേക്ക് കയറ്റി. ഈ സമയം ഗോകർണൻ തൊഴുകൈകളോടെ അവരോട് ചോദിച്ചു, സപ്താഹശ്രവണത്താൽ ദുന്ദുകാരിക്ക് വിഷ്ണുലോകം പോകാൻ സാധിച്ചു. എന്നാൽ ഭാഗവതം വായിച്ച എനിക്കോ ശ്രവിച്ച മറ്റുള്ളവർക്കോ അതിന് സാധിച്ചില്ല. എന്താണതിന് കാരണം? വിഷ്ണു ഭഗവാന്റെ പാർഷദന്മാർ മറുപടി പറഞ്ഞു, എല്ലാവരും ഭാഗവതം കേട്ട് ആസ്വദിച്ചു. പക്ഷേ ദുന്ദുകാരി ഒഴിച്ച് ആരും തന്നെ ആ കഥയെ മനനം ചെയ്തില്ല. ഭഗവത് കഥകളെ മനനം ചെയ്ത് മനസ്സിലാക്കി പൂർണ്ണ ഏകാഗ്രതയോടെ ദുന്ദുകാരി തൻ്റെ മനസ്സിനെ ഭഗവാനിൽ ലയിപ്പിച്ചപ്പോൾ അദ്ദേഹം വിഷ്ണുപദം പൂകിയിരിക്കുന്നു. പക്ഷേ മറ്റുള്ളവർ ലൗകിക ചിന്തകളിൽപ്പെട്ട് വയറ് നിറയെ ഭക്ഷണവും കഴിച്ച് ഉറങ്ങിയും ഉണർന്നും ഭാഗവതം ശ്രവിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് മോക്ഷം ലഭിക്കാതിരുന്നത്. അതിനാൽ അങ്ങ് ഒരു സപ്താഹം കൂടി നടത്തൂ. ശ്രവണം മാത്രമല്ല, മനനം കൂടി അനിവാര്യമാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തൂ. എല്ലാവർക്കും ഭഗവത് പാദം അണയാൻ സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞ് അവർ വിഷ്ണു ലോകത്തിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത ശ്രാവണ മാസത്തിൽ തന്നെ ഗോകർണൻ ഒരു സപ്താഹം കൂടി നടത്തി. ആ സപ്താഹത്തിൻ്റെ അവസാനത്തിൽ വിഷ്ണു ഭഗവാൻ തന്നെ വന്ന് ഗോകർണനെ അനുഗ്രഹിച്ചു. ആ സപ്താഹ ശ്രവണത്താൽ പരിശുദ്ധരായ എല്ലാവരെയും സ്വപാദത്തിലേക്ക് ചേർത്തു വയ്ക്കുകയും ചെയ്തു. ഇതാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കഥ. നാരായണാജയ നാരായണാജയ നാരായണാജയ. പ്രണാമം.